ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. UGC നെറ്റ് എക്സാം 2023 ജൂൺ സെക്ഷനിലെ ജൂൺ സർക്കിളിലെ മലയാളം പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമേ തന്നെ പരീക്ഷ എഴുതിയ എല്ലാവർക്കും വിജയാശംസകൾ. JRFോട് കൂടിയിട്ട് എല്ലാവർക്കും പരീക്ഷ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് നടന്ന മലയാളം പരീക്ഷയുടെ ഫസ്റ്റ് പേപ്പറും മലയാളം പേപ്പർ മെയിൻ പേപ്പറുമാണ് ഇന്ന് നമ്മൾ കൃത്യമായിട്ട് വിശകലന വിധേയമാക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷയിൽ മാറ്റമായിട്ട് വന്നിട്ടുള്ളത്, പരീക്ഷയെ കുറിച്ചിട്ട് പൊതുവായിട്ട് സ്റ്റുഡൻസ് പറയുന്ന അഭിപ്രായങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മുൻകാല പരീക്ഷകളെ അപേക്ഷിച്ച് എന്ത് മാറ്റമാണ് ഇന്ന് നടന്ന പരീക്ഷ, അതായത് ജൂൺ 22-ന് നടന്ന ഇന്നത്തെ പരീക്ഷയിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഡിസംബറിൽ നടക്കുന്ന അടുത്ത നെറ്റ് എക്സാമിന് 2023 ഡിസംബറിൽ നടക്കുന്ന നെറ്റ് എക്സാമിന് പഠിക്കുന്ന ഒരു പഠിതാവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ ഇന്നത്തെ സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളം പേപ്പറിനെ പ്രത്യേകമായിട്ട് എടുത്ത് മലയാളം പേപ്പറിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ആവർത്തന ചോദ്യങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ആവർത്തന ചോദ്യങ്ങൾ, ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള പരീക്ഷയിൽ ആവർത്തന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നടന്ന പരീക്ഷയിൽ ചോദ്യങ്ങളുണ്ടോ, പുതിയ ഏതെങ്കിലും മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ, അങ്ങനെ ഒട്ടനവധി സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. നമ്മുടെ ഫസ്റ്റ് പേപ്പറിന്റെ സിലബസ് പ്രകാരമുള്ള പേര് ഇതാണ്. അപ്പൊ ഫസ്റ്റ് പേപ്പർ ആണ് പലരെയും, പ്രത്യേകിച്ച് മലയാള ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്നവരൊക്കെ ചിലരെയെങ്കിലും ഒന്ന് കുഴപ്പത്തിലാക്കുന്നത് ഒരു പക്ഷേ ഫസ്റ്റ് പേപ്പർ നമ്മുടെ ജനറൽ പേപ്പർ ആകാം. അപ്പൊ 2023 ജൂണിൽ നടന്ന മറ്റ് വിഷയങ്ങളിലെ ജനറൽ പേപ്പർ, അതായത് മുൻപ് നടന്ന പരീക്ഷകൾ വെച്ച് നോക്കുന്ന സമയത്ത് മലയാളത്തിന്റെ ഇന്ന് നടന്ന മലയാളം പരീക്ഷയുടെ ജനറൽ പേപ്പർ എന്താണ് താരതമ്യേന മറ്റു പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ എളുപ്പമുള്ളതായിരുന്നു എന്നുള്ളതാണ് പൊതുവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലളിതമായ ഭാഷയിൽ വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു പൊതുവെ വന്നിട്ടുള്ളത്. അതിപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ മുൻനിർത്തിയിട്ടാണെങ്കിലും റിസർച്ചിനെ മുൻനിർത്തിയിട്ടാണെങ്കിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കായിരുന്നു കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടായിരുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് എക്കണോമിക്കൽ ആയിട്ടുള്ള കുറച്ച് പെർസെൻറ്റേജും കാര്യങ്ങളും മറ്റും ഉൾപ്പെടുത്തുന്ന ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള 5 ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് ആദ്യം ചോദ്യങ്ങൾ വായിച്ച് പിന്നെ പാരഗ്രാഫ് വായിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ മുൻകാല ചോദ്യപേപ്പറുകൾ വെച്ച് റിവൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ചിലർക്കെങ്കിലും അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള മറുപടികൾ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അതും പക്ഷേ ചില കുട്ടികൾ പറഞ്ഞു ആൻസേഴ്സ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ 2 ഓപ്ഷൻസിൽ എത്തിയിട്ട് അതാണോ ഇതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് മുൻകാല ചോദ്യപേപ്പറുകൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. മുൻകാല ചോദ്യപേപ്പറുകളുടെ എല്ലാം തന്നെ PYQ ടെസ്റ്റ് സീരീസുകൾ, അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ആ യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ ഐപ്ലസിന്റെ ജനറൽ പേപ്പറിന്റെ ഭാഗമായിട്ട് നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ICT, കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ നിന്നെല്ലാം വന്നത്. അപ്പൊ പിന്നെ ലോജിക്കൽ റീസണിംഗ് ആണ്, ഇന്ത്യൻ ലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നവയാണ് എന്ന് തന്നെയാണ് ഭൂരിഭാഗം കുട്ടികളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ സാധാരണയായിട്ട് ഒരുപാട് കുട്ടികളെ സ്ഥിരമായിട്ട് കുഴപ്പിക്കുന്ന ഒന്നാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആവറേജ്, പെർസെൻറ്റേജ്, റേഷ്യോ, കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കണക്കായിരുന്നു ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ICT-യുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും അത്തരത്തിലുള്ളവ തന്നെയായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് ചോദ്യങ്ങൾ നമുക്ക് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. അപ്പൊ പരീക്ഷ എഴുതി കഴിഞ്ഞ പല കുട്ടികളുടെയും അഭിപ്രായത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ചില ക്വസ്റ്റ്യൻസ് വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്ന് തന്നെ കുട്ടികൾ ഇതിനൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം എളുപ്പമുള്ള പരീക്ഷയാണ് എന്നല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ച് സിലബസ് പ്രകാരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് എളുപ്പമുള്ള പരീക്ഷ തന്നെയാണ് എന്നുള്ളതാണ് പൊതുവായിട്ട് നമുക്ക് പറയാനുള്ളത്. UGC നെറ്റ് എക്സാമിന്റെ 2023 ജൂൺ സർക്കിളിൽ ഇന്ന് നടന്ന, അതായത് ജൂൺ 22 ഇന്ന് നടന്ന മലയാളം മെയിൻ പേപ്പർ എങ്ങനെയുണ്ടായിരുന്നു? കൃത്യമായി സിലബസ് പഠിച്ച് മുൻകാല ചോദ്യപേപ്പറുകൾ റിവൈസ് ചെയ്ത് നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും യൂണിറ്റ് ടെസ്റ്റുകളും ഫൈനൽ മെഗാ ടെസ്റ്റുകളും എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന
എന്താണ് ഒരു പേപ്പർ തന്നെയായിരുന്നു ഇന്നത്തെ പേപ്പർ. അപ്പൊ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കുരുക്കായിട്ട് തോന്നുമെങ്കിലും ഓപ്ഷൻസ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോയ അല്ലെങ്കിൽ ആ ടോപ്പിക് ഒന്ന് വായിച്ചു പോയ ഒരാൾക്ക് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഓപ്ഷൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പൊ 4 ഓപ്ഷനിൽ 3 ഓപ്ഷൻസ് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ മറ്റേ ഓപ്ഷൻ എന്താണ് ശരിയായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് മലയാളം പേപ്പറിൽ വന്നിട്ടുള്ളത്, ആവർത്തന ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മുൻകാല ചോദ്യപേപ്പറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലളിതവും ആശയക്കുഴപ്പം ഇല്ലാതാക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ മലയാളം മെയിൻ പേപ്പറിൽ വന്നിട്ടുള്ള ഭൂരിഭാഗം ചോദ്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൃതികളും അവയുടെ രചയിതാക്കളും അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിലെ എന്താണ് ഒരു പാറ്റേൺ ആയിട്ട് തന്നെ വരുന്നുണ്ട് എന്ന് നമുക്ക് പൊതുവെ പറയാനായിട്ട് സാധിക്കും. 2022 ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷയ്ക്കും ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണയായിട്ട് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യ മേഖലകളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അതിലെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം കാരണം ശരി, കാര്യം ശരി, കാരണം തെറ്റ്, മുകളിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ട് വിലയിരുത്തുക, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുള്ളൂ. താരതമ്യേന ഇന്ന് നടന്ന പരീക്ഷയിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുറവായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചേരുംപടി ചേർക്കുക എന്നുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. വരികൾ തന്നിട്ട് കവികൾ ആരാണ് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കൃതികൾ കണ്ടിട്ട് രചയിതാക്കൾ ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിൽ സാധാരണയായിട്ട് ആവർത്തിച്ചു വരുന്ന അതേ പാറ്റേൺ തന്നെ ആവർത്തിച്ചു വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. സിനിമ, കവിത, വരികൾ, രചയിതാക്കൾ, അതായത് സിനിമയിലെയും കവിതയിലെയും വരികൾ തരിക, അതിന്റെ രചയിതാവ് ആര് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് 4-5 ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ തിരക്കഥ, സംവിധാനം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം, സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃതി, വരികൾ, അങ്ങനെയാണ് വരാറ്. പക്ഷെ 5ഓളം ചോദ്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സിനിമയുടെ വിവിധ മേഖലകൾ, സിനിമ, സംവിധായകൻ, തിരക്കഥ, സിനിമയിലെ വരികൾ, അത്തരത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ രാമായണത്തിലെ വരികൾ തന്നിട്ട് അത് ഏത് കാണ്ഡത്തിലെ വരികളാണ് എന്നുള്ള ചോദ്യം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിട്ടുണ്ട്. വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് വ്യാകരണം പഠിച്ച ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പൊ വ്യാകരണം എന്നുള്ളത് നമുക്ക് വായിച്ചു പഠിക്കാൻ ഉള്ള ഒന്നല്ല. നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ എഴുതി നോക്കി, ചെയ്തു നോക്കി പഠിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഒരു സെന്റൻസ് തരിക, ആ സെന്റൻസിൽ പറയുന്ന പ്രധാനപ്പെട്ട വ്യാകരണ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത് ഇപ്രാവശ്യവും ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ആ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് ഓപ്ഷൻസ് വായിച്ചു നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ ലീലാതിലക സൂത്രങ്ങൾ, കാരികകളുമായി ബന്ധപ്പെടുന്ന 2 ചോദ്യങ്ങൾ ഇന്നത്തെ സെക്ഷനിൽ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് കാരിക എന്താണ്, അതുകൊണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ എന്താണ് എന്ന് പഠിച്ച വ്യക്തിക്ക് മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഉള്ളവയായിരുന്നു. അതിൽ തന്നെ ലീലാതിലകത്തിൽ ഒരേപോലെ വരുന്ന കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു. ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഓപ്ഷൻ അല്ല, കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരുന്നു അത്. ഇപ്പൊ വ്യാകരണം കാടടച്ച് വെടിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല വന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പഠിച്ചൊരു പഠിതാവിന് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. പ്രാചീന സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. രാമകഥാപാട്ടുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സാധാരണയായിട്ട് ചോദിച്ചു വരുന്ന അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാലഘട്ടം, കാലഗണനാക്രമം, പ്രസിദ്ധീകരണ ക്രമം അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ I+ ട്രെയിനിങ് സൊല്യൂഷന്റെ ലളിതം മലയാളം ലൈവ് സെക്ഷൻ സീരീസുകളിൽ വെള്ളിയാഴ്ചകളിൽ 7:30 മുതൽ 8:30 വരെ നടക്കുന്ന സീരീസുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5ഓളം ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ലൈവ് ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടിക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു അവയെല്ലാം തന്നെ. അതുപോലെ തന്നെ ലളിതം മലയാളത്തിന്റെ നമ്മുടെ I+ന്റെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൽ ദിവസേന 5ഉം 10ഉം ചോദ്യങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടുന്നുണ്ട്. അതിൽ നിന്നും ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്നവ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ലൈവ് സെക്ഷൻ ക്ലാസ്സുകളിൽ ഇപ്പോഴത്തെ സീരീസിൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മുൻകാല ചോദ്യപേപ്പറുകളിലെ ഓരോ സ്പെസിഫിക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് 5 ക്ലാസ്സുകളിലൂടെ 75ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് മൂഴിക്കുളം കച്ചവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പത്രമാസികകളിൽ 3 സെക്ഷൻ നമ്മൾ ചെയ്തു. അപ്പൊ രാജസമാചാരം പോലെയുള്ള മാസികകളുടെ കാലക്രമം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പത്രത്തിൽ വന്നിട്ടുള്ള വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക്
ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളിലും നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ താഴെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ലിങ്കിൽ ജോയിൻ ചെയ്യുക. അന്നന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പഠിക്കുക. ആൻസർ ചെയ്തിട്ടാൽ മാത്രം പോരാ, കൃത്യമായിട്ട് നോട്ട് എഴുതി കൃത്യമായിട്ട് ഇടവേളകളിൽ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കൃതികൾ, രചയിതാക്കൾ, അത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ പൗരസ്ത്യ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് എന്ന് പറയാം. ആത്മകഥ, ജീവചരിത്രം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് സാധാരണയായിട്ട് ചോദിച്ച് കാണാറില്ലാത്ത ഒരു മേഖല, അപ്പൊ നമ്മൾ ദളിത് സ്ത്രീ പരിസ്ഥിതി സാഹിത്യം എന്ന കോൺസെപ്റ്റിലെ ഉത്തരാധുനികമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടും പാരിസ്ഥിതികവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ പാരിസ്ഥിതികവാദം ആ തിയറിയെ മുൻനിർത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. 3ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഭൗമ പരിസ്ഥിതിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികള്, അത്തരത്തിലെ എയും ബിയും ശരി, സിയും ഡിയും ശരി, അത്തരത്തില് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിതാക്കളെ കുറച്ചൊന്ന് ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു പുതിയ ചോദ്യ മേഖല തന്നെയാണ് ഈ പരിസ്ഥിതി സാഹിത്യം അല്ലെങ്കിൽ ഭൗമ പരിസ്ഥിതിവാദം. അപ്പൊ ആ തിയറിയെ മുൻനിർത്തിയിട്ട് ധാരാളം ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള ക്ലാസ്സുകളിൽ ആ ഒരു ടോപ്പിക് കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ആവർത്തന ചോദ്യങ്ങളാണ്. അതായത് മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ഈ പ്രാവശ്യത്തെ ചോദ്യപേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത് പോലെ, അതായത് 2022 ഫെബ്രുവരിയിൽ നടന്ന ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത് പോലെ 7ഓളം ചോദ്യങ്ങൾ ഇപ്രാവശ്യവും സെയിം ചോദ്യം തന്നെ ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ ലളിതം മലയാളം എന്ന മലയാളം ഐച്ഛിക വിഷയവുമായി പഠിച്ച് എടുത്തവർക്കുള്ള ലൈവ് സെക്ഷൻ ക്ലാസ്സുകളിലെ മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് ഒരു സീരീസ് എന്ന പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പഠിച്ചു വരുന്നത്. അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇനി വരുന്ന പരീക്ഷകളിലെ ഇത്തരത്തിലുള്ള ആവർത്തന ചോദ്യങ്ങൾ വന്നാൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനും അതുപോലെ തന്നെ സ്കോർ ചെയ്യാനും നെറ്റ് JRF എന്ന സ്വപ്നത്തിലേക്ക് എത്തുവാനും കഴിയും. അപ്പോ അത്തരത്തിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. പ്രസിദ്ധീകരണ ക്രമം അനുസരിച്ചിട്ട് എഴുതുക. പത്രങ്ങൾ, ആശാൻ കവിത. നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്ന ഒന്നാണ് ആശാന്റെ കവിത. നളിനി, ലീല, പ്രരോദനം തുടങ്ങിയ കവിതകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ അറിയാത്തത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഉൾപ്പെടുത്താത്തത്. അപ്പൊ പ്രസിദ്ധീകരണ ക്രമം അനുസരിച്ചിട്ടുള്ള, കാലഗണനാക്രമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തില് നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. രാജസമാചാരം, പത്രമാസികകളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ പത്രമാസികകൾ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ PYQ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് കിട്ടേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ രാമകഥാപാട്ടിനെ PK നാരായണപിള്ള എഴുതിയ വ്യാഖ്യാനം, ഭാഷാപരിമളം നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. ശാസനങ്ങൾ പഠിക്കുന്നതിനിടയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഈ ചോദ്യം നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ പ്രാചീന സാഹിത്യം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് കൃത്യമായി ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ പൊയിലം ഗ്രാമവർണ്ണന, ചോകിരം ഗ്രാമവർണ്ണനയൊക്കെ ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ പൗരസ്ത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് അനുമതിവാദം, യുക്തിവാദം ആരുടേതാണ്? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ മുൻകാല ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നവ തന്നെയാണ്. പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് സിനിമയുമായി ബന്ധപ്പെടുന്ന 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അടൂരിന്റെ സിനിമകൾ, P. പത്മരാജന്റെ തിരക്കഥകൾ, അരവിന്ദന്റെ സിനിമകൾ എന്നിവ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ അടൂരിന്റെ സിനിമകൾ ഏതൊക്കെ? എയും ബിയും ശരി, സിയും ഡിയും ശരി, സി മാത്രം ശരി, അത്തരത്തിലുള്ള ഓപ്ഷൻസുമായി ബന്ധപ്പെടുന്ന ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമയിലെ വരികൾ തന്നിട്ട് ഒരു മാച്ച് ദി ഫോളോയിങ്, ഒരു പട്ടിക, ചേരുംപടി ചേർക്കലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്ന നമ്മുടെ നോട്ടിന്റെ ഭാഗത്ത് കൃത്യമായിട്ട് അടൂരിന്റെയും പത്മരാജന്റെയും അരവിന്ദന്റെയും സിനിമകളും തിരക്കഥകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ച് നോട്ട് എടുത്ത് പഠിച്ചൊരു വ്യക്തിക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായിട്ട് സിനിമ കാണുന്ന ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ സിനിമ പാട്ടിലെ വരികൾ അവ എഴുതിയവരാര്? അത് പലരെയും നമുക്ക് പരിചിതമായിട്ടുള്ള വരികൾ തന്നെയാണെങ്കിലും അതിന്റെ വരികൾ എഴുതിയ രചയിതാക്കൾ ആര് എന്നുള്ള കാര്യത്തിലെ പലരെയും ആശയക്കുഴപ്പത്തിലാക്കി എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്.
കൃത്യമായതും ആഴത്തിലുള്ളതുമായിട്ടുള്ള ഒരു പഠനം വ്യാകരണം, ഭാഷാശാസ്ത്രം എന്നീ ടോപ്പിക്കുകളെ മുൻനിർത്തി നമ്മൾക്ക് വേണം എന്ന കാര്യം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ പരീക്ഷയ്ക്ക് ഈ ടോപ്പിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ലീലാതിലക സൂത്രങ്ങൾ, കാരികകൾ, നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതകൾ തുടങ്ങിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. അപ്പൊ വെറുതെ വായിച്ചു പോയ ഒരാൾക്ക് ഉത്തരം ചിലപ്പോൾ കൺഫ്യൂഷൻ ആയേക്കാം. കൃത്യമായി പഠിച്ച് കൃത്യമായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ ലീലാതിലക സൂത്രങ്ങളെല്ലാം വായിച്ചു നോക്കിയാൽ മാത്രം പോരാ, എന്താണ്, എഴുതി പഠിക്കുക തന്നെ വേണം. എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സൂത്രം 5-6 വട്ടം എഴുതി പഠിക്കണമെന്നല്ല. കൃത്യമായിട്ട് സൂത്രം, അതുമായി ബന്ധപ്പെട്ടിട്ട് കേരള പാണിനീയത്തിൽ AR പറയുന്ന സൂത്രം അല്ലെങ്കിൽ കാരിക ഏതാണ്, പിന്നെ അതിന്റെ ഉദാഹരണം ഏതാണ് എന്ന് ചെയ്ത് പഠിച്ച ഒരാൾക്ക് മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് ഉത്തരം എന്താ പറയുക കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ തന്നിരിക്കുന്ന ലീലാതിലക സൂത്രങ്ങളെല്ലാം തന്നെ ഒരുപോലെ സാമ്യമുള്ളവയാണ്. കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷയിലെ കൃത്യമായിട്ട് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലെ വ്യാകരണം, ഭാഷാശാസ്ത്രം എന്നീ ടോപ്പിക്കുകൾ കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ക്ലാസ് ഉണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്, ലൈവ് സെക്ഷൻ ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ശ്രദ്ധിച്ച് വായിക്കുകയാണ് എങ്കിൽ 10 ചോദ്യത്തിനും എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ അവധാരണ ഗദ്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സെറ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യനിലെ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യ വിഭാഗത്തിലെ എയും ഡിയും ഓപ്ഷൻസ് ഒരുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ 3 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവധാരണ ഗദ്യത്തിൽ വരുന്ന സമയത്താണ് നമുക്കത് വളരെയധികം ഖേദപൂർവ്വം അല്ലെങ്കിൽ സങ്കടകരമായിട്ട് തോന്നുന്നത്. കാരണം എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാവുന്ന 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാതെ പോയി. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ UGC NTA ഏജൻസി കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ അവധാരണ ഗദ്യം അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ എന്ത് വായിക്കണം? ചോദ്യം വായിക്കണം. ചോദ്യം വായിച്ചതിന് ശേഷം നമ്മൾ പാരഗ്രാഫ് ഒന്ന് വായിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ഉത്തരം, സമയം പെട്ടെന്ന് കണക്ട് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിൽ വളരെ എളുപ്പത്തിലുള്ള 10 ചോദ്യങ്ങളാണ് അവധാരണം ഗദ്യവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എളുപ്പത്തിൽ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത നെറ്റ് പരീക്ഷയിൽ, അതായത് ജൂണിലോ ജൂലൈയിലോ നടക്കുന്ന നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്ത് JRF നേടാൻ ആഗ്രഹിക്കുന്ന ഒരു പഠിതാവാണ് നിങ്ങളെങ്കിൽ IPLUS ട്രെയിനിങ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുവർണ അവസരം ഒരുക്കുകയാണ്. സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന വിധത്തിലുള്ള ജനറൽ പേപ്പറിന്റെയും വിവിധ സബ്ജക്ട് പേപ്പറുകളുടെയും ക്ലാസ് IPLUS ട്രെയിനിങ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. അപ്പൊ വിവിധ സബ്ജക്ട് പേപ്പറുകൾ ഏതൊക്കെയാണ് എന്നും അവയുടെ ഫീസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ IPLUS ട്രെയിനിങ് സൊല്യൂഷന്റെ മലയാളം നെറ്റ് കോച്ചിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ UGC നെറ്റ് നമുക്ക് തന്നിട്ടുള്ള സിലബസ് മുഴുവനായിട്ട് സമഗ്രമായിട്ട് വിശകലനം ചെയ്യുന്ന നോട്ടുകൾ, അതായത് മുൻകാല ചോദ്യപേപ്പറുകൾ വിലയിരുത്തിക്കൊണ്ട് ഓരോ ഭാഗത്തിലും ഏതൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകേണ്ടത് എന്നതിനെ മുൻനിർത്തിയിട്ടുള്ള നോട്ടുകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ നോട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വസ്തുതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ക്ലാസുകൾ, ഓരോ ഇതളുകളും നമുക്കറിയാം നമ്മുടെ മലയാള സിലബസിൽ എത്ര ഇതളുകളുണ്ട്? 10 ഇതളുകളുണ്ട്, 10 യൂണിറ്റുകളുണ്ട്. ആ 10 ഇതളുകളെയും കുഞ്ഞു കുഞ്ഞു മൊഡ്യൂളുകളാക്കിയിട്ട് തിരിച്ചിരിക്കുന്നു. അതായത് ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ് രാമചരിതമെങ്കിൽ രാമചരിതവുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ, പണ്ഡിതാഭിപ്രായങ്ങൾ, മുൻകാല ചോദ്യപേപ്പറുകളിൽ രാമചരിതം എന്ന ടോപ്പിക്കുമായി ബേസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ, അവയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോട്ടിലും വീഡിയോ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോഴും അവയുമായി ബന്ധപ്പെടുന്ന ചെറിയ 10 ചോദ്യങ്ങൾ അടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു മോക്ക് ടെസ്റ്റുകൾ, ആ ചോദ്യങ്ങളെല്ലാം തന്നെ മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മോക്ക് ടെസ്റ്റുകൾ, ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റുകൾ, ആദ്യത്തെ 5 യൂണിറ്റുകൾ കഴിയുമ്പോൾ 5 യൂണിറ്റുകളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷകൾ, അതുപോലെ തന്നെ മുൻകാല ചോദ്യപേപ്പറുകൾ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ, ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം, എന്തുകൊണ്ട് ആ ഉത്തരം വന്നു എന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് തുടങ്ങിയവയെല്ലാം തന്നെ നമ്മൾ IPLUS ട്രെയിനിങ് സൊല്യൂഷന്റെ മലയാളം കോച്ചിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാല ചോദ്യപേപ്പറുകളുടെ സമഗ്രമായിട്ടുള്ള വിശകലനം എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇന്നലെ നടന്നിട്ടുള്ള പരീക്ഷ എഴുതി എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും മുൻകാല ചോദ്യപേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. അപ്പൊ IPLUS ട്രെയിനിങ് സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സുവർണ അവസരമാണ് ഒരുക്കുന്നത്. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ
അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം, പ്രവേശനം നേടാം, ഉത്സാഹത്തോടെ പഠിക്കാം, വിജയം ഉറപ്പാക്കാം. ക്രമമായതും ചിട്ടയോടുകൂടിയതും ആഴത്തിലുമുള്ള ഒരു പഠനമുണ്ടെങ്കിൽ മാത്രമാണ് നെറ്റ് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം JRFോട് കൂടിയിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട. അപ്പൊ വരുന്ന പരീക്ഷ, ഇനി വരുന്ന ഡിസംബറിൽ വരുന്ന സർക്കിൾ എക്സാം JRFോട് കൂടിയിട്ട് പാസ്സാവാൻ താല്പര്യമുള്ള പഠിതാവാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാമിന്റെയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്കുകൾ താഴെ നൽകുന്നുണ്ട്. കൃത്യമായിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെള്ളിയാഴ്ചകൾ തോറും നമ്മൾ കൃത്യമായിട്ട് ലൈവ് സെക്ഷൻ ക്ലാസ്സുകളിൽ മുൻകാല ചോദ്യപേപ്പറുകളുടെ ഡിസ്കഷൻ വെക്കുന്നുണ്ട്. വെറുതെ ഒരു ചോദ്യം ഉത്തരം പറഞ്ഞു പോകുന്ന രീതിയല്ല, എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ആ ഉത്തരം വന്നു, എന്തുകൊണ്ട് ബാക്കിയുള്ള 3 ഓപ്ഷൻസും വന്നില്ല, അപ്പൊ ആ 3 ഓപ്ഷൻസിന്റെയും പ്രധാനപ്പെട്ട വശങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ വളരെയധികം ഉപകാരമായി 5ഓളം ചോദ്യങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന്, നമ്മളിപ്പോൾ ആ സീരീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ, കേരള ചരിത്രവും പത്രമാസികകളും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശാസനങ്ങളാണ്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് നാടകം അതുപോലെ തന്നെ ഫോക്ലോർ ഒക്കെ ഫസ്റ്റ് സീരീസിൽ 5 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കേരള ചരിത്രം, പത്രമാസികൾ എന്നുള്ള 2 ടോപ്പിക്ക് കഴിഞ്ഞു. അവയുടെ ക്ലാസ്സുകൾ ആ ലൈവ് സെക്ഷന്റെ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. IPS ട്രെയിനിങ് സൊല്യൂഷൻ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കിട്ടും. കൃത്യമായിട്ട് കണ്ട് നോട്ട് എഴുതി ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെയും വാട്സപ്പ് ഗ്രൂപ്പിന്റെയും ലിങ്ക് താഴെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള മലയാളവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ ലിങ്കും താഴെ നൽകുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മോക്ക് ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.